ഹലോ ഗായ്സ്, നമസ്കാരം. എങ്ങനെ പോകുന്നു ഓണം സെലിബ്രേഷനൊക്കെ? വെൽക്കം ടു മൈ ഓണേഴ്സ് ഓഫ് ദ സീരീസ് ഓഫ് റെസിപ്പീസ് ഡേ 3. ഇന്നത്തെ റെസിപ്പി വാഴയ്ക്കത്തോരൻ. അപ്പോൾ അതിനായിട്ടൊരു ഗ്രൈൻഡറിൽ എന്ത് വേണേൽ ആയിക്കോട്ടെ, അതിലിട്ട് കുറച്ച് ഗ്രീൻ ചില്ലീസും വെളുത്തുള്ളിയും ജീരകം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പിന്നെ തിരുമ്മി വെച്ച തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. റഫ്ലി ക്രഷ് ചെയ്താൽ മതി, ചതച്ചെടുത്താലും മതി. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും ചേർത്ത് ഒന്ന് ഇളകി കൊടുക്കണം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, തേങ്ങ ഇട്ടത്, അതൊന്ന് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ ആ റോ സ്മെല്ലൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലോട്ടിനി ചോപ്പ് ചെയ്ത് വെച്ച റോ ബനാന വാഴയ്ക്ക ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5-6 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാൻ വിടണം. ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് മാറ്റി നോക്കാം ഇത് വെന്തോ ഇല്ലയോന്ന്. പിന്നെ പാത്രത്തിൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ വാഴയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വാഴയ്ക്കത്തോരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പറയാം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.